This call is now being recorded. Good afternoon, all. Today we are going to discuss the second type problem of assignment problem. നമ്മൾ ലാസ്റ്റ് സെഷനിൽ പരിചയപ്പെട്ടത് ടൈപ്പ് 1 പ്രോബ്ലം ആയിരുന്നു. സോ ദി ടൈപ്പ് 1 പ്രോബ്ലത്തിനകത്ത് നമ്മൾ കണ്ട ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ് ഒന്ന് ജസ്റ്റ് ഓടിച്ച് പറയാം. അതിനുശേഷം വി വിൽ മൂവ് ഓൺ ടു ദി ടൈപ്പ് 2 പ്രോബ്ലം. എന്താണ് അപ്പോൾ അതിൻ്റെ ഡിഫറൻസ്? ഈ ടൈപ്പ് 1 ടൈപ്പ് 2 എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാനുള്ള ഒരു ഈസിനെസ്സിന് വേണ്ടി ഞാൻ ക്ലാസിഫൈ ചെയ്ത് പറയുന്നതാണ്. മേ ബി ബുക്സ് ഒന്ന് റെഫർ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ഡിഫറൻസോ കാര്യങ്ങളോ ഒന്നും ക്വസ്റ്റ്യൻസിലൊന്നും കാണത്തില്ല. അപ്പോൾ the first step is you have to check whether the problem is balanced അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ആണോ നോക്കണം. ഒരു അസൈൻമെൻറ്റ് പ്രോബ്ലം ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അത് നോക്കുന്നത് വളരെ എളുപ്പമാണ്. You have to check whether the number of rows are equal to number of columns. Number of rows, number of columns equal ആണോ നോക്കുക. If it is equal, then it is a balanced assignment problem. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് തോന്നേണ്ട ഒരു കാര്യമാണ് ബാലൻസ്ഡ് അല്ലെങ്കിൽ എന്ത് ചെയ്യും. അതൊരു വേറൊരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രോബ്ലം ആയിട്ട് നമ്മൾ കാണും. അപ്പോൾ നമുക്കത് പരിചയപ്പെടാം ടൈപ്പ് 3 പ്രോബ്ലം ആയിട്ട്. ഓക്കെ, സോ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് റോ ഓപ്പറേഷൻ. എല്ലാ റോയിലെയും സ്മോളസ്റ്റ് വാല്യൂവിനെ ആ റോയിലുള്ള വാല്യൂസിൽ നിന്നും ഈച്ച് എലമെൻറ്റിൽ നിന്നും സബ്ട്രാക്ട് ചെയ്ത് നമ്മളൊരു ന്യൂ ടേബിൾ അല്ലെങ്കിൽ റെഡ്യൂസ്ഡ് മെട്രിക്സ് പ്രിപ്പയർ ചെയ്യും. ആ സ്റ്റെപ്പാണ് റോ ഓപ്പറേഷൻ. റോ ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്നത് കോളം ഓപ്പറേഷൻ. കോളം ഓപ്പറേഷനും ഇതുപോലെ തന്നെയാണ്. എല്ലാ കോളത്തിലെയും സ്മോളസ്റ്റ് എലമെൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ കോളത്തിലെ വാല്യൂസിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യും. ചിലപ്പോൾ മിക്കവാറും സംഭവിക്കാൻ ചാൻസ് കോളത്തിലെ സ്മോളസ്റ്റ് വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതല്ല, ആ കോളം അതുപോലെ എടുത്ത് എഴുതുക ചെയ്യും. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇസ് മാർക്കിംഗ്. എക്സാക്ട്ലി ഒരു 0, അതായത് ഒരു റോ എടുത്താലും കോളം എടുത്താലും രണ്ട് രീതിയിൽ നമ്മൾ മാർക്ക് ചെയ്യും. റോ വൈസ് മാർക്കിംഗും ഉണ്ട്, കോളം വൈസ് മാർക്കിംഗും ഉണ്ട്. ഏത് തന്നെയാണെങ്കിലും റോ എടുത്താലും കോളം എടുത്താലും അതിൽ സിംഗിൾ 0 ആണ് പ്രസന്റ് എങ്കിൽ, അതായത് ഒരു 0 ഉള്ളൂ എങ്കിൽ യു ക്യാൻ മാർക്ക് ദാറ്റ്. മോർ ദാൻ 1 0 ഉണ്ടെങ്കിൽ മാർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുപോലെ ഒരു 0 റോയിൽ പ്രസന്റ് ആയിട്ടുണ്ട് എങ്കിൽ അതിന് നമ്മൾ ഇങ്ങനെ ഒരു സ്ക്വയറിനകത്താണ് എൻക്ലോസ് ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അതിനെയാണ് മാർക്കിംഗ് എന്ന് പറയുക. ചെയ്ത് കഴിഞ്ഞാൽ റോ വൈസ് മാർക്കിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ കോളം ക്യാൻസൽ ചെയ്യണം. കോളം വൈസ് മാർക്കിംഗ് ആണെങ്കിൽ നിങ്ങൾ റോ ക്യാൻസൽ ചെയ്യണം. അത് കഴിഞ്ഞ ശേഷം നമ്മൾ മാർക്കിംഗ് കഴിഞ്ഞാൽ ചെയ്യുന്നതാണ് ഒപ്റ്റിമാലിറ്റി ടെസ്റ്റ്. നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ഈ മാർക്കിങ്ങിൽ നിന്ന് കിട്ടുന്ന ആൻസറിനെ നമ്മൾ അലോക്കേഷനായിട്ട് എഴുതും. കോസ്റ്റ് ആണെങ്കിൽ കോസ്റ്റ്, ടൈം ആണെങ്കിൽ ടൈം, ക്വസ്റ്റ്യനിൽ എന്താണോ തന്നിരിക്കുന്ന ആ വാല്യൂവിൻ്റെ അലോക്കേഷൻ പ്രിപ്പയർ ചെയ്യും. ഈ മാർക്കിംഗ് കഴിഞ്ഞാൽ ആ അലോക്കേഷനിൽ നിങ്ങൾക്ക് ടോട്ടൽ കോസ്റ്റ് അല്ലെങ്കിൽ ടോട്ടൽ ടൈം എത്രയാണ്, ടൈം ടു കംപ്ലീറ്റ് ദാറ്റ് ആക്ടിവിറ്റി നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യും. അതിനുശേഷം യു വിൽ ചെക്ക് ദി ഒപ്റ്റിമാലിറ്റി. ഈ ഒപ്റ്റിമാലിറ്റിയിൽ ചെയ്യുന്നത് ഈ പറയും പോലെ നിങ്ങൾക്ക് കിട്ടിയ ആൻസർ, ഈ അലോക്കേഷനിൽ നിന്ന് കിട്ടിയ ടോട്ടൽ കോസ്റ്റ് അല്ലെങ്കിൽ ടോട്ടൽ ടൈം വാട്ട് എവർ ബി ദ വാല്യൂ, ആ കിട്ടിയ വാല്യൂ ഇനി lines drawn for elimination is equal to number of rows or columns. ആണെങ്കിൽ number of lines drawn for elimination is equal to number of rows or columns ആണെങ്കിൽ we can say that the solution you have obtained is optimal. Number of lines drawn for elimination is equal to the number of rows or columns ആണെങ്കിൽ the allocation, the total value you found out is optimal. അങ്ങനെ ഈക്വൽ ആവുന്ന സിറ്റുവേഷൻ. But when it is not equal, you have to improve the solution. ഓക്കെ, അപ്പം നമ്മൾ ടൈപ്പ് 1 ഇത്രയാണ് പഠിച്ചു നിർത്തിയത്. അപ്പം നമ്മൾ ചെയ്ത ഇതുവരെയുള്ള എല്ലാ ക്വസ്റ്റ്യനിലും അത് ഒപ്റ്റിമൽ ആവുമായിരുന്നു. പക്ഷേ ടൈപ്പ് 2 ക്വസ്റ്റ്യൻ ഇസ് സംതിങ് വിച്ച് ഇസ് ഡിഫറെൻറ്റ് ഫ്രം ദിസ് പെർസ്പെക്റ്റീവ്. ഇവിടെയാണ് ടൈപ്പ് 2 റെലവൻസ് വരുന്നത്. ടൈപ്പ് 2 അപ്പോൾ എന്താവണമെന്നില്ല. ദി നമ്പർ ഓഫ് ലൈൻസ് ഡ്രോൺ ഫോർ എലിമിനേഷൻ ഇസ് നോട്ട് ഈക്വൽ ടു ദി number of
റോസ് ഓർ കോളംസ്. അപ്പൊ ടൈപ്പ് 2 എന്ന് പറയുന്നത് ഈ ഒരു സിറ്റുവേഷനിൽ വെൻ ദ സൊല്യൂഷൻ ഇസ് നോട്ട് ഒപ്റ്റിമൽ, നമ്മൾ സൊല്യൂഷൻ ഒപ്റ്റിമൽ ആവാത്ത സിറ്റുവേഷൻ, അതിനെയാണ് നമ്മൾ, അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, യു വിൽ ഗോ ഫോർ ഇംപ്രൂവ്മെന്റ്, ഇംപ്രൂവിങ് ദി സൊല്യൂഷൻ, ഇംപ്രൂവിങ് ദി സൊല്യൂഷൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്ന സ്റ്റെപ്സ് ഒക്കെ പറയാം. You can mark the attendance. Late ആയിട്ട് ജോയിൻ ചെയ്തവർക്ക് ഞാൻ ആപ്സിൽ മാർക്ക് ചെയ്യുന്ന ആരും ജോയിൻ ചെയ്തിട്ടില്ലെന്ന് വിശ്വസിക്കുന്നു. ഭാഗ്യലക്ഷ്മി, ജിബിറ, അജ്മി ആൻഡ് ദേവനന്ദ. Abhijit, you can mark it now. Moving to the first question. You can write down this question because I have not shared you the question. So you can write it down for 2 minutes time. Your portion. Assume that it is either the time or the cost. Assume ചെയ്യാം. ഫസ്റ്റ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ്റെ സ്ട്രക്ചർ ഒന്നും ഇല്ലാത്തത്. നമുക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ either solve or optimal find out the optimal solution for the following assignment problem. No, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ടാഗ്ലൈൻ ഉണ്ടാവും. If you have completed writing the question, you can reply that in the chat box. Closing the attendance 20 minutes കഴിഞ്ഞ് ഇനി ജോയിൻ ചെയ്യുന്നവർക്ക് എന്താണ് അറ്റൻഡൻസ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞാൽ നമുക്ക് പറയാം. Only 3 replied so far. Others can also reply. കഴിഞ്ഞ ദിവസം ഞാൻ ലാസ്റ്റ് പറഞ്ഞ വരെ എല്ലാവരും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയ ഒരു പൊസിഷൻ എനിക്കായിരുന്നു. സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. ഒരു അസൈൻമെൻറ്റ് പ്രോബ്ലത്തിൻ്റെ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പൊസിഷൻ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ അസൈൻമെൻറ്റ് പ്രോബ്ലം എന്ന് പറയുന്ന ഈ ഏരിയ തന്നെ കംപ്ലീറ്റ് ചെയ്തു നമുക്ക് പറയാം. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ദിസ് ടൈപ്പ് 2 പ്രോബ്ലം.
അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പ് വിൽ എൻഷുർ ദാറ്റ് ദ ക്വസ്റ്റ്യൻ ഇസ് എ ബാലൻസ്ഡ് വൺ ഓർ നോട്ട്. ഇവിടെ 4 റോ 4 കോളം, അപ്പോൾ ക്വസ്റ്റ്യൻ ഇസ് എ ബാലൻസ്ഡ് വൺ. ഓക്കെ, സ്റ്റെപ്പ് 1 ഇസ് ഓവർ ദയർ. സ്റ്റെപ്പ് 1 കഴിഞ്ഞു, ക്വസ്റ്റ്യൻ ഇസ് എ ബാലൻസ്ഡ് വൺ, റോയും കോളവും ഈക്വൽ ആയതുകൊണ്ട്. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ഇറ്റ് ഇസ് റോ ഓപ്പറേഷൻ. അപ്പോൾ റോ ഓപ്പറേഷൻ നിങ്ങൾക്ക് ചെയ്യാം. ഐ ഹാവ് ഓൾറെഡി ഡൺ. എന്താ ചെയ്യുന്നത്? എല്ലാ റോയിലെയും സ്മോളസ്റ്റ് വാല്യൂ, ഈ റോയിൽ 3 ആണ്. അപ്പോൾ 6 മൈനസ് 3 3, 4 മൈനസ് 3 1, 3 മൈനസ് 3 0. ലൈക്ക് ദാറ്റ് എല്ലാ റോയിലെയും സ്മോളസ്റ്റ് വാല്യൂവിൽ നിന്നും ആ റോയിലെ വാല്യൂസിനെ സബ്ട്രാക്ട് ചെയ്യും. ആൻഡ് യു വിൽ ഗെറ്റ് ദി ആൻസർ ലൈക്ക് ദിസ്. യു ക്യാൻ ഡു ദി റോ ഓപ്പറേഷൻ. എൻ്റെ കൂടെ ചെയ്ത് പോവുക ക്വസ്റ്റ്യൻ. റോ ഓപ്പറേഷൻ സെക്കൻഡ് റോ ഒന്ന് പറയാം ഞാൻ. സെക്കൻഡ് റോയിലെ ഏറ്റവും സ്മോളസ്റ്റ് വൺ എന്ന് പറയുന്നത് 1 ആണ്. ഈ 1 എന്ന് പറയുന്ന എലമെന്റിനെ എല്ലാ വാല്യൂസിൽ നിന്നും മൈനസ് ചെയ്യാം. 2 മൈനസ് 1 1, 1 മൈനസ് 1 0, 7 മൈനസ് 1 ഇറ്റ് ഇസ് 6, 11 മൈനസ് 1 ഇറ്റ് ഇസ് 10. ലൈക്ക്വൈസ് എല്ലാ റോയിലെയും സ്മോളസ്റ്റ് വാല്യൂ. ഇപ്പോൾ അടുത്ത റോ എടുത്താൽ 2 ആണ് സ്മോളസ്റ്റ്. അങ്ങനെ എല്ലാ റോയിലെയും സ്മോളസ്റ്റ് വാല്യൂവിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് ആ റോയിലെ എല്ലാ വാല്യൂസിൽ നിന്നും സബ്ട്രാക്ട് ചെയ്യാം. After completing the row operation, you can move to the column operation. എങ്ങനെ കോളം ഓപ്പറേഷൻ ചെയ്യുന്നത്? കോളം ഓപ്പറേഷൻ വരുമ്പോൾ ഇത് ഈ ടേബിൾ വേണം എടുക്കാൻ. പിന്നെ ഈ ക്വസ്റ്റ്യനിലെ ടേബിൾ നോക്കരുത്. യു ലുക്ക് അപ്പോൺ ദിസ് റോ ഓപ്പറേഷൻ്റെ ന്യൂ ടേബിള് അല്ലെങ്കിൽ റെഡ്യൂസ്ഡ് മെട്രിക്സ്. ഇത് കോളത്തിലെ സ്മോളസ്റ്റ് വാല്യൂ 1, അടുത്ത കോളത്തിൽ സ്മോളസ്റ്റ് വാല്യൂ 0 ആണ്. അവിടെ ഒന്നും ചെയ്യേണ്ടതില്ല, ഈ കോളം അതുപോലെ എഴുതിയാൽ മതി. ആദ്യത്തെ കോളത്തിൽ എന്ത് ചെയ്യും? 1 ആണ് സ്മോളസ്റ്റ്. അപ്പോൾ 3 മൈനസ് 1 2, 1 മൈനസ് 1 0, 3 മൈനസ് 1 2, 2 മൈനസ് 1 1. അങ്ങനെ എല്ലാ കോളത്തിലും. ഇനി അടുത്ത മൂന്നാമത്തെ കോളം എടുത്താൽ അവിടെ 0 ഉണ്ട്. അപ്പോൾ ആ കോളം അതുപോലെ എഴുതിയാൽ മതി. അടുത്ത കോളം എടുത്താൽ അപ്പോൾ ആദ്യത്തെ കോളത്തിൽ മാത്രമേ കോളം ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ബാക്കി എല്ലാ കോളത്തിലും സ്മോളസ്റ്റ് വാല്യൂ 0 ആണ്. അപ്പോൾ കോളം ഓപ്പറേഷൻ സി, ദ ആൻസർ വിൽ ബി ലൈക്ക് ദിസ്. കോളം ഓപ്പറേഷൻ വരെ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ റിപ്ലൈ ഇൻ ദ ചാറ്റ് ബോക്സ് വെദർ യു ഹാവ് കംപ്ലീറ്റഡ് എസ്, അങ്ങനെ എന്തെങ്കിലും ഒരു മറുപടി. ഇപ്പോൾ റോ ഓപ്പറേഷൻ പോലെ തന്നെ കോളം ഓപ്പറേഷൻ എന്ന് പറയുന്ന സ്മോളസ്റ്റ് വാല്യൂവിനെ ഐഡന്റിഫൈ ചെയ്യുക, ആ കോളത്തിലെ വാല്യൂസിൽ നിന്നും മൈനസ് ചെയ്യുക. അതാണ് കോളം ഓപ്പറേഷൻ. ഓക്കെ, നമ്മൾ കോളം ഓപ്പറേഷൻ എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ വരെ എത്തി. യു ക്യാൻ മൂവ് ഓൺ. നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്ന മാർക്കിംഗ് ആണ്. സോ മാർക്കിംഗ് തൊട്ട് ഐ വിൽ ഡു ഇറ്റ് ലൈവ്. അല്ലെങ്കിൽ you won't be able to identify, understand it better. Okay. അപ്പോൾ ദിസ് ഈസ് ദി ടേബിൾ വിച്ച് യു ഒബ്റ്റെയിൻ ഫ്രം കോളം ഓപ്പറേഷൻ. അപ്പോൾ ഈ ടേബിൾ വെച്ചിട്ടാണ് ഇനി നമ്മൾ മാർക്കിംഗ് ചെയ്യുക. So how we will mark the same? ആദ്യത്തെ റോയിൽ നോക്കുക, ഒരു 0 ഉണ്ട്, മാർക്ക് ഇറ്റ്. സിംഗിൾ 0 ആണെങ്കിൽ നമുക്ക് മാർക്ക് ചെയ്യാം. വി വിൽ കട്ട് ദാറ്റ് കോളം, പുട്ട് നമ്പർ 1. അടുത്ത റോ നോക്കുക, പറ്റില്ല, 2 0 ഉണ്ട്,
മാർക്ക് ചെയ്യാൻ പറ്റില്ല. അടുത്ത റോ നോക്ക്, 0 ഇല്ല, മാർക്ക് ചെയ്യാൻ പറ്റില്ല. അടുത്ത നോക്കാം, സിംഗിൾ സീറോ, മാർക്ക് ഇറ്റ്, കട്ട് ദാറ്റ് കോളം. ഓക്കെ, ഇപ്പൊ റോ വൈസ് മാർക്കിംഗ് കഴിഞ്ഞു. ഇനി കോളം വൈസ് മാർക്കിംഗ്. കോളം നോക്കാം, സി, ഇവിടെ ഒരു 0 ഉള്ളൂ, മാർക്ക് ഇറ്റ്. മാർക്ക് ചെയ്തു. കോളം വൈസ് ആണ് മാർക്ക് ചെയ്തേക്കുന്നത്. എന്തിനെ കട്ട് ചെയ്യണം? റോവിനെ കട്ട് ചെയ്യണം. അടുത്ത കോളം നോക്കാം, 0 ഇല്ല. സി, ദിസ് ഇസ് എ സിറ്റുവേഷൻ വേർ വി സ്റ്റക്ക് അഗെയിൻ. നമ്മൾ ഓർക്കുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടായിരുന്നു, ചില സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ 0 കാണില്ല. അപ്പം സിംഗിൾ 0 ഇല്ലെങ്കിൽ, ഒന്നിൽ കൂടുതൽ 0 ഉണ്ടെങ്കിൽ, അതായത് 2 0 ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ മേക്ക് എൻ ആർബിട്രറി സെലക്ഷൻ. ഏതെങ്കിലും ഒരു 0-നെ എടുത്തിട്ട് മറ്റൊരു 0-നെ നമുക്ക് എന്ത് ചെയ്യാം? ക്രോസ് ഔട്ട് ചെയ്ത് കളയാം. പക്ഷെ ഇവിടെ അതാണോ സിറ്റുവേഷൻ? നമുക്ക് ആൻസർ ഒക്കെ കിട്ടി. ഇനി ഈ കോളത്തിൽ 0 ഇല്ല, പക്ഷെ എത്ര അലോക്കേഷനായി? 1 2 3. എത്ര ലൈൻസ് ഡ്രോ ചെയ്തത്? 3 ലൈൻസ്. നമുക്ക് അലോക്കേഷൻ എഴുതാം. ക്വസ്റ്റ്യൻ worker 1 to J3. ക്വസ്റ്റിന്റെ ബേസിസിലായിരുന്നു. ഇത് J1, ഇത് J2, J3, J4. This is worker 1, worker 2, worker 3 and worker 4. അപ്പൊ ഇതിന്റെ ആൻസർ ഇതാ. അലോക്കേഷൻ നോക്കിയേ, വർക്കർ 1-നെ നമുക്ക് J3-ലാണ്, വർക്കർ 2 is J1, വർക്കർ 4 J4. ഇപ്പൊ വർക്കർ 3-ക്ക് അലോക്കേഷൻ വല്ലതും കിട്ടിയോ? വർക്കർ 3-ക്ക് അലോക്കേഷൻ ഇല്ല. അതുപോലെ ഏത് ജോബ് അലോക്കേറ്റ് ചെയ്യാനും പറ്റില്ല? ജോബ് 2 അലോക്കേറ്റ് ചെയ്യാനും പറ്റില്ല. ഇന്ന് ഈ ക്വസ്റ്റ്യനിൽ ഞാൻ അപ്പോഴേ പറഞ്ഞ പോലെ only 3 lines are drawn for elimination. അപ്പൊ നമ്മൾ അലോക്കേഷൻ ഒക്കെ എഴുതി, പക്ഷെ കോസ്റ്റ് ഒന്നും കണ്ടുപിടിച്ചില്ല, കാരണം അലോക്കേഷൻ വന്നില്ലല്ലോ ഒരു വർക്കർക്ക്. ആസ് പെർ ദി above matrix, that is the matrix you have obtained at the last, the number of rows or columns is not equal to the number of lines drawn for elimination. അപ്പൊ അങ്ങനെ വരുമ്പോൾ the solution obtained is not optimal. Clear? നിങ്ങൾക്ക് കിട്ടിയ സൊല്യൂഷൻ എന്തല്ല? ഒപ്റ്റിമൽ അല്ല. സോ ഫാർ ഇതുവരെ എഴുതി കഴിഞ്ഞവർക്ക് റിപ്ലൈ ദാറ്റ് ഈസ്, നമ്മൾ വേറെ ഒന്നും ചെയ്തില്ല, മാർക്കിംഗ് ചെയ്തു. മാർക്കിംഗ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ എല്ലാ പ്രാവശ്യം എഴുതുമ്പോൾ അലോക്കേഷൻ എഴുതി. അലോക്കേഷൻ എഴുതി വന്നപ്പോൾ നമുക്ക് മനസ്സിലായി വർക്കർ 3-ക്ക് ജോബ് ഒന്നും വന്നിട്ടില്ല, ജോബ് 2 നമുക്ക് ഒരു വർക്കർക്കും കൊടുക്കാനും പറ്റിയില്ലെന്ന് മനസ്സിലായി. അതുകൊണ്ട് നമ്മൾ കോസ്റ്റ് ഒന്നും പ്രത്യേകിച്ച് കണ്ടുപിടിക്കാൻ പോയില്ല. കോസ്റ്റ് കണ്ടുപിടിച്ചാലും കുഴപ്പമില്ല, പക്ഷെ അതിനൊരു ലോജിക് ഇല്ല. ഒരു വർക്കറിനെ നമ്മൾ അലോക്കേറ്റ് ചെയ്തില്ലല്ലോ. പിന്നെ നമ്മൾ ചെയ്ത അടുത്ത സ്റ്റെപ്പ് നമ്മൾ പഠിച്ച പോലെ മാർക്കിംഗ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മാർക്കിംഗ് ചെയ്ത് അത് കഴിഞ്ഞ് അലോക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത നമ്മൾ ചെയ്യുക, വി ഗോ ഫോർ ചെക്കിംഗ് ദി ഒപ്റ്റിമാലിറ്റി. ഒപ്റ്റിമാലിറ്റി നോക്കിയപ്പോൾ the number of lines drawn for eliminating rows and columns is not equal to the number of row and column, or row or column. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്തല്ല, it is not an optimal solution. If there is any doubt up to this part, ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം, അല്ലെങ്കിൽ you can put in the chat box. എഴുതി കഴിഞ്ഞാൽ that also you can reply in the chat box. മാം ഇവിടെ 1 വന്നില്ലേ, അപ്പൊ അതിനെ വീണ്ടും കട്ട് ചെയ്തിട്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്യുമോ? എന്താണ് നമുക്ക് മാർക്കിംഗ് ചെയ്യാൻ പറ്റുക? മാർക്കിംഗ് ക്യാൻ ബി മെയ്ഡ് only when there is zeros are present. അല്ല നമുക്ക് ഇവിടെ വേറെ എന്താ ചെയ്യാൻ പറ്റുക? 0 ഇല്ലല്ലോ. കൂടുതൽ 0 വരുന്ന സിറ്റുവേഷൻ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു.
അപ്പൊ നമ്മൾ ആർബിട്രറി സെലക്ഷൻ ചെയ്തു. സീറോസേ പ്രസന്റ് അല്ലെങ്കിൽ യു കാൺ ഡു എനിത്തിങ്. മാർക്ക് ചെയ്യണമെങ്കിൽ 0 വേണം. അപ്പൊ സീറോസ് ഇല്ലാത്ത ഈ ഒരു ടൈപ്പിനെയാണ് ടൈപ്പ് 2 ആ ഇങ്ങനെ സ്റ്റക്ക് ആവുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഒപ്റ്റിമൽ ആവാത്ത സിറ്റുവേഷൻ. ഒപ്റ്റിമൽ ഇൻ ദ സെൻസ് ഇപ്പൊ നമ്മൾ കണ്ടില്ലേ, ദ നമ്പർ ഓഫ് ലൈൻസ് ഡ്രോൺ ഫോർ എലിമിനേഷൻ ഇസ് നോട്ട് ഈക്വൽ ടു ദി നമ്പർ ഓഫ് റോസ് ഓർ കോളംസ്. അങ്ങനെ വരാത്ത സിറ്റുവേഷനെയാണ് നമ്മൾ ടൈപ്പ് 2 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ഏത് സെമസ്റ്ററിൽ മനസ്സിലാവാൻ വേണ്ടി അങ്ങനെ ടൈപ്പ് 1 ടൈപ്പ് 2 എന്ന് ക്ലാസിഫൈ ചെയ്യാം. ബട്ട് ഇറ്റ്സ് ഗുഡ്, അങ്ങനെ പഠിക്കുന്നത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഇപ്പൊ മനസ്സിലായല്ലോ ടൈപ്പ് 2 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ എങ്ങനെ ആയിരിക്കും. ദ സൊല്യൂഷൻ വോണ്ട് ബി ഒപ്റ്റിമൽ. അപ്പൊ നമ്മൾ സൊല്യൂഷൻ ഒപ്റ്റിമൽ അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ച സൊല്യൂഷനെ യു ഹാവ് ടു ഇംപ്രൂവ് ദ സൊല്യൂഷൻ. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ എന്ത് ചെയ്യണം, ഹാവ് ടു ഇംപ്രൂവ് ദ സൊല്യൂഷൻ. അപ്പൊ ഈ ഇംപ്രൂവ് ദി സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ ക്യാൻ യു ഡു ദാറ്റ്? അതിന് കുറച്ച് സ്റ്റെപ്സും കാര്യങ്ങളും അതാണ് ഇനി അടുത്ത പറയുന്നത്. ഹൗ ടു ഇംപ്രൂവ് ദ സൊല്യൂഷൻ. നമ്മളിപ്പോ കണ്ടുപിടിച്ച സൊല്യൂഷൻ നമുക്ക് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം. സീറോസ് ഒന്നും പ്രസന്റ് ആവാത്ത, ഇപ്പം ശ്രുതി പറഞ്ഞ പോലെ സീറോസ് ഒന്നും പ്രസന്റ് ആവാത്ത സിറ്റുവേഷൻ നമുക്ക് അപ്പോഴേ എലമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടേബിളിനകത്തുള്ള ഓരോ നമ്പേഴ്സ്, കാരണം ഈ മെട്രിക്സ് എന്ന് പറയുന്ന യൂസേജിനകത്താണ്, മെട്രിക്സിലൊക്കെയാണ് നമ്മൾ ഈ എലമെന്റ്സ് എന്നുള്ള യൂസേജ് വരുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു ടേബിളിനകത്തുള്ള ഈ വാല്യൂസിനെ, ഈ അവസാനത്തെ ഈ നമ്മളെ സ്ട്രൈക്ക് ചെയ്തിട്ടേക്കുന്ന ഈ ടേബിളാണ് ഇനി നമ്മൾ എല്ലാത്തിനും ഉപയോഗിക്കുന്നത്. ആ ടേബിളിനകത്തുള്ള വാല്യൂസിനെ നമുക്ക് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. കവേർഡ്, അൺകവേർഡ് ആൻഡ് കവേർഡ് ത്രൂ 2 ലൈൻസ് ഓർ ദി എലമെന്റ് അറ്റ് ദി ജംഗ്ഷൻ. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ പറയാം. ഈ ടേബിളിനകത്തുള്ള നമ്മൾ ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്ന ഈ ടേബിൾ നിങ്ങൾ നോക്കി അറിയാം. എന്താ ഈ 2 വാല്യൂസ് 2ഉം 1ഉം കവേർഡ് ആണോ? ഒരൊറ്റ ലൈനോ എന്തെങ്കിലും മാർക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അവരെ നമ്മൾ എന്തെന്ന് വിളിക്കും? അൺകവേർഡ് എന്ന് വിളിക്കും. 2നെയും 1നെയും. ഇവിടെ താഴെ 2, 1, 1, 4 ഇതൊക്കെ എന്ത് എലമെന്റ്സാ? അൺകവേർഡ് ആണ്. വരയും ഇല്ല, ഇങ്ങനെ നമ്മൾ മാർക്കും ചെയ്തിട്ടില്ല, അങ്ങനത്തെ എലമെന്റ്സിനാണ് നമ്മൾ അൺകവേർഡ് എന്ന് പറയുന്നത്. അൺകവേർഡ്. പിന്നെ ഒരു സിംഗിൾ ലൈൻ എങ്കിലും കടന്നു പോകുന്ന എലമെന്റ്, ആ എലമെന്റ്സിനെയൊക്കെ നമ്മൾ എന്തെന്ന് വിളിക്കും? കവേർഡ് എലമെന്റ്സ്. ഓക്കെ, അറ്റ്ലീസ്റ്റ് സിംഗിൾ ലൈൻ പാസ് ചെയ്യുന്ന എലമെന്റ്സിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? കവേർഡ് എലമെന്റ്സ് എന്ന് വിളിക്കും. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന മൂന്നാമത്തെ കൈൻഡ് എന്ന് പറയുന്നത് എലമെന്റ് അറ്റ് ദി ജംഗ്ഷൻ. ഇതാ ഒരു ലൈൻ, രണ്ടാമത് ഒരു ലൈൻ എന്ന് വെച്ചാൽ ഒരു നമ്പറിൽ കൂടെ തന്നെ അത് ആ നമ്പറിനെ 2 ലൈൻസ് കവർ ചെയ്ത് പോകുന്നു. ആ നമ്പേഴ്സിനെയാണ് നമ്മൾ എലമെന്റ് അറ്റ് ദി ജംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം എന്തായിരുന്നു? അൺകവേർഡ്, അതായത് ഒരു ലൈനോ മാർക്കിങ്ങോ ഒന്നും ഇല്ലാതെ കിടക്കുന്ന എലമെന്റ്സ്. ഇനിയിപ്പോ താൽക്കാലികമായിട്ട് വരയ്ക്കുകയാണ്. ഇവരൊക്കെയാണ് അൺകവേർഡ് ആയിട്ടുള്ളവർ. ഓക്കെ, ഇങ്ങനെ വരയ്ക്കൊന്നും വേണ്ട, മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു. അടുത്ത ആൾക്കാരെന്ന് പറയുന്നത് കവേർഡ് ത്രൂ എ സിംഗിൾ ലൈൻ, അല്ലെങ്കിൽ അവരെ വിളിക്കാം കവേർഡ് എലമെന്റ്സ്. അവരാണ് ഈ കാണുന്ന ആൾക്കാർ. ഈ 2 തേർഡ്, ഫോർത്തും കോളവും സെക്കൻഡ് റോയിലുണ്ട്. ഒരു ലൈൻ കടന്നുപോയി, അപ്പൊ അവർ കവേർഡ് എലമെന്റ്സ്. ഇനി അടുത്ത കൂട്ടരാണ് എലമെന്റ് അറ്റ് ദി ജംഗ്ഷൻ. കേട്ടോ, ഈ 6ഉം ഈ 10ഉം എലമെന്റ് അറ്റ് ദി ജംഗ്ഷൻ. വരയ്ക്കൊന്നും വേണ്ട, ഞാൻ പറഞ്ഞു തരുമോ? എലമെന്റ് അറ്റ് ദി ജംഗ്ഷൻ. അപ്പൊ ഇങ്ങനെ നമുക്ക് ഇവരെ ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമ്മൾ അങ്ങനെ ഡിവൈഡ് ചെയ്തു. കവേർഡ് ത്രൂ 2 ലൈൻസ്,
അല്ലെങ്കിൽ എലമെന്റ് അറ്റ് ദി ജംഗ്ഷൻ കേട്ടോ. കവേർഡ് ത്രൂ ടു ലൈൻസ്, covered through two lines അല്ലെങ്കിൽ എലമെന്റ് അറ്റ് ദി ജംഗ്ഷൻ. ഓക്കെ, അപ്പോൾ എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മൂന്നായിട്ട് നമുക്ക് മനസ്സിലാക്കുക: അൺകവേർഡ്, കവേർഡ് ആൻഡ് കവേർഡ് ത്രൂ ടു ലൈൻസ്. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ യു ഹാവ് ടു ഐഡന്റിഫൈ ദ സ്മോളസ്റ്റ് അൺകവേർഡ് എലമെന്റ്. ഈ അൺകവേർഡ് ആയിരിക്കുന്ന ആൾക്കാരിലെ സ്മോളസ്റ്റ് അൺകവേർഡ് എലമെന്റ്. അപ്പൊ സ്മോളസ്റ്റ് അൺകവേർഡ് എലമെന്റ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ 1 ആണ്. എവിടെ നിന്ന് കിട്ടി? ഇത് 2 1 2 1 1 4. ഇത്രയത്തിലെ ഏറ്റവും സ്മോളസ്റ്റ് 1. അപ്പൊ സ്മോളസ്റ്റ് അൺകവേർഡ് എലമെന്റ് കണ്ടുപിടിക്കുക. ഈ ക്വസ്റ്റ്യനിൽ അത് 1 ആണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇതാണ് ഇതിന്റെ കോറായ പാർട്ട്. സബ്ട്രാക്ട് ദ സ്മോളസ്റ്റ് അൺകവേർഡ് എലമെന്റ്സ് ഫ്രം ഓൾ ദി അൺകവേർഡ് എലമെന്റ്സ്. ക്ലിയർ? ഇപ്പൊ നമ്മൾ കണ്ടെത്തിയ 1 എന്ന് പറയുന്ന അൺകവേർഡ് എലമെന്റിനെ എല്ലാ അൺകവേർഡ് എലമെന്റിൽ നിന്നും മൈനസ് ചെയ്യുക. സെക്കൻഡ് തിങ്, ആഡ് ദ സ്മോളസ്റ്റ് അൺകവേർഡ് എലമെന്റ് വിത്ത് ദി എലമെന്റ് അറ്റ് ജംഗ്ഷൻ. നമ്മൾ കണ്ടുപിടിച്ച ആ 6 10 2 ലൈൻ കടന്നു പോകുന്ന ആ ജംഗ്ഷനിൽ ഇരിക്കുന്ന എലമെന്റ്സിന്റെ കൂടെ ഈ സ്മോളസ്റ്റ് അൺകവേർഡ് എലമെന്റിനെ ആഡ് ചെയ്യുക. ഓക്കെ, ഈ ഇത്രയും കാര്യമുള്ളൂ. അൺകവേർഡിൽ നിന്ന് മൈനസ് ചെയ്യുക, 2 ലൈൻസ് പാസ് ചെയ്യുന്ന ആ ജംഗ്ഷനിലെ എലമെന്റ്സിന്റെ കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ ആ സിംഗിൾ ലൈൻ പാസ് ചെയ്യുന്ന എലമെന്റ്സിനെ എന്ത് ചെയ്യും? ക്യാരി ആസ് സച്ച് എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ എഴുതും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഇരിക്കുന്ന പഴയ ടേബിളിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുവാണ്? സാധാരണ റോ ഓപ്പറേഷൻ ചെയ്ത് നമ്മൾ ഒരു റെഡ്യൂസ്ഡ് മെട്രിക്സ് കണ്ടുപിടിക്കും. കോളം ഓപ്പറേഷൻ കഴിഞ്ഞ് നമ്മൾ ഒരു ടേബിൾ കണ്ടുപിടിക്കും. അതുപോലെ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ടേബിളിൽ നിന്നും നമ്മൾ ഒരു ഇംപ്രൂവ്ഡ് സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി ഒരു പുതിയ ടേബിൾ പ്രിപ്പയർ ചെയ്ത് എടുക്കുക. അപ്പോൾ ഒരു ന്യൂ ടേബിൾ കിട്ടും. ആഫ്റ്റർ ഇംപ്രൂവിംഗ് അല്ലെങ്കിൽ ഫോർ ഇംപ്രൂവിംഗ് ദി സൊല്യൂഷൻ നമുക്ക് പറയാം. സൊല്യൂഷൻ ഇംപ്രൂവ്ഡ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഇനി നമ്മൾ കണ്ടുപിടിക്കുകയുള്ളൂ. ഫോർ ഇംപ്രൂവ്മെന്റ് ഓഫ് സൊല്യൂഷൻ നോക്കുക. ദ ന്യൂ ടേബിൾ ഫോർ ഇംപ്രൂവിംഗ് ദി സൊല്യൂഷൻ അങ്ങനെ എഴുതുക. ആഫ്റ്റർ വേണ്ട, ന്യൂ ടേബിൾ ഫോർ ഇംപ്രൂവിംഗ് ദി സൊല്യൂഷൻ. ഇത്രയും കാര്യം ഒന്ന് എഴുതിയെടുക്കും. ഇംപ്രൂവ് ദി സൊല്യൂഷന്റെ മെയിൻ കാര്യങ്ങൾ എന്ന് എഴുതുക. ഇത് കഴിഞ്ഞ ശേഷം നമുക്ക് ഇവിടെ ആഫ്റ്റർ അല്ല, make it as 4.
for improving the solution. Okay, fine. ഇനി നമുക്ക് ആ ക്വസ്റ്റ്യനിൽ ഹോപ്പ് യു ഹാവ് റിട്ടൺ ഡൗൺ ദി സ്റ്റെപ്സ്. ഇത് ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഈ പറഞ്ഞ രീതിക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഹൗ വിൽ കണ്ടിന്യൂ ദിസ്. പഴയ ടേബിൾ അവിടെ ഇരുന്നുണ്ട്. അപ്പോൾ അൺകവേർഡ് എലമെന്റ് മാത്രം ഞാൻ ഒന്ന് എഴുതുവാണ്. സ്മോളസ്റ്റ് uncovered element is 1. ഇത് ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് നമ്മൾ ടേബിൾ ഒന്നേന്ന് എഴുതുന്നുണ്ട്. യു ക്യാൻ റൈറ്റ്. ഇങ്ങനെ ഹെഡിങ് എഴുതി ശീലിക്കുന്നവർക്ക് അങ്ങനെ തന്നെ എഴുതാം. ഞാൻ കുറച്ച് എക്സ്പെർട്ടായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് റോയിലും കോളത്തിനും ഒന്നും ഹെഡിങ് എഴുതാത്തത്. അങ്ങനെ എഴുതുന്നവർക്ക് അങ്ങനെ തന്നെ എഴുതാം. ഇറ്റ് ഈസ് ദി ഗുഡ് പ്രാക്ടീസ്. എല്ലാ ടേബിളിലും അങ്ങനെയൊന്നും എഴുതാൻ സമയം കിട്ടിയില്ലെങ്കിലും ഫൈനൽ ടേബിളിൽ ഉറപ്പായിട്ടും എഴുതിയിരിക്കണം. അത് ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞിട്ട് എഴുതി ചേർത്താലും മതിയാവുള്ളൂ. ഓക്കെ, ഫൈൻ. അപ്പോൾ ആദ്യത്തേത് ഇത് അൺകവേർഡ്. അപ്പം നമ്മളിവിടെ സ്മോളസ്റ്റ് അൺകവേർഡ് കണ്ടുപിടിച്ചിരുന്നു. അപ്പോൾ 2 - 1 ഇറ്റ് ഈസ് 1. അടുത്ത എലമെന്റ് അതും അൺകവേർഡ്. അപ്പം 1 - 1 0. ഓക്കെ, ഇത് ഈ അടുത്ത രണ്ട് എലമെന്റ്സും ഒരു സിംഗിൾ ലൈൻ കടന്നു പോകുന്ന എലമെന്റ്സ്. സിംഗിൾ ലൈൻ കടന്നു പോകുന്ന എലമെന്റ്സിനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അത് അതുപോലെ എഴുതാം. വേണമെങ്കിൽ ഈ എല്ലാ എലമെന്റ്സും അങ്ങനെ നോക്കി എഴുതുന്ന ബുദ്ധിമുട്ടാണ്. ഓരോ എലമെന്റ് ഇങ്ങനെ നോക്കി എഴുതുന്ന ഏറ്റവും സേഫ്. ഇനി അടുത്ത എലമെന്റ് നോക്കാം. അടുത്ത റോയിൽ ഇത് ഒരു സിംഗിൾ ലൈൻ പാസ് ചെയ്യുന്നത് ഈ 2 0യും, അതുകൊണ്ട് അവരെ രണ്ടുപേരും അതുപോലെ എഴുതാം. ശ്രദ്ധിക്കേണ്ടത് 6ഉം 10ഉം ആണ്. ജംഗ്ഷനിലെ എലമെന്റ് ആണ്, അല്ലെങ്കിൽ കവേർഡ് ത്രൂ 2 ലൈൻസ് ആണ്. അവിടെ എല്ലാം ഈ 1നെ എന്ത് ചെയ്ത് കൊടുക്കണം? ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ 6 + 1 7, 10 + 1 11. ഇനി വീണ്ടും അടുത്ത റോയിലോട്ട് പോവാം. 2ഉം 1ഉം അൺകവേർഡ് ആണ്. അപ്പൊ അൺകവേർഡിൽ നിന്നും ഈ സ്മോളസ്റ്റ് അൺകവേർഡിനെ മൈനസ് ആണ് ചെയ്യേണ്ടത്. അപ്പൊ 2 - 1 1, 1 - 1 0. അടുത്തത് സിംഗിൾ ലൈൻ പാസ് ചെയ്യുന്ന 2 എലമെന്റ്സ് ആണ്, 0ഉം 5ഉം. 0 and 5. Okay. Then 1 4 അൺകവേർഡ് ആണ്, മൈനസ് ചെയ്യണം. അപ്പോൾ 1 - 1 0, 4 - 1 3. 1ഉം 0യും സിംഗിൾ ലൈൻ പാസ് ചെയ്യുന്ന എലമെന്റ്സ് ആണ്, അതുപോലെ എഴുതുക. ഇത്രയും ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവർക്ക് ചോദിക്കാം. അത് യു ക്യാൻ പുട്ട് ഇൻ ദി ചാറ്റ് ബോക്സ്, അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം. ഇതിപ്പോൾ ഞാൻ റോ വൈസ് ഓരോന്നായിട്ട് നോക്കി എഴുതിയതേ ഉള്ളൂ. കോളം വൈസ് എഴുതാം. പക്ഷെ അൺകവേർഡിൽ നിന്ന് കുറയ്ക്കണം, എലമെന്റ്സ് ദി ജംഗ്ഷൻ്റെ കൂടെ ആഡ് ചെയ്യണം, സിംഗിൾ ലൈൻ പാസ് ചെയ്യുന്നതിന് ക്യാരി ആസച്ച് അതുപോലെ എഴുതിയാൽ മതി. ഇത് മറന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവർക്ക് ചോദിക്കാം. Hope it is clear. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അഗെയിൻ വി വിൽ സ്റ്റാർട്ട് വിത്ത്, വീണ്ടും എന്ത് ചെയ്യണം? മാർക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ടൈപ്പ് 2 ക്വസ്റ്റ്യൻസിൽ നമ്മൾ പറഞ്ഞു ഒപ്റ്റിമാലിറ്റി തൊട്ടാണ് മാറ്റം വരുന്നത്. ഓക്കെ,
അഞ്ചാമത്തെ സ്റ്റെപ്പായിരുന്നു ഒപ്റ്റിമാലിറ്റി അല്ലേ? സ്റ്റെപ്സിൽ ആദ്യം ബാലൻസ്ഡ് ആണോ സ്റ്റാൻഡേർഡ് ആണോ നോക്കും, റോ ഓപ്പറേഷൻ, കോളം ഓപ്പറേഷൻ, അത് കഴിഞ്ഞ് മാർക്കിംഗ്, അഞ്ചാമത്തത് ഒപ്റ്റിമാലിറ്റി. ഓക്കെ, അപ്പം ടൈപ്പ് 2 ക്വസ്റ്റ്യനിൽ ഒപ്റ്റിമാലിറ്റി കഴിഞ്ഞ് പിന്നെ നമ്മൾ ന്യൂ ടേബിൾ ഫോർ ഇംപ്രൂവ്മെന്റ്, അതാണ് ഈ എഴുതിയേക്കുന്നത്. നമ്മൾ ജംഗ്ഷനിലെ എലമെന്റിന്റെ കൂടെ ആഡ് ചെയ്യുകയും അൺകവേർഡിൽ നിന്ന് മൈനസ് ചെയ്യുകയും സിംഗിൾ ലൈൻ പാസ് ചെയ്യുന്നതിനെ അതുപോലെ എഴുതുകയും ചെയ്യും. ന്യൂ ടേബിൾ ഫോർ ഇംപ്രൂവ്മെന്റ് പ്രിപ്പയർ ചെയ്യും. അത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? മാർക്കിംഗ്. വീണ്ടും പഴയതുപോലെ റോ വൈസും കോളം വൈസും മാർക്ക് ചെയ്യും. വീണ്ടും എന്ത് ചെയ്യണം? യു ഹാവ് ടു ചെക്ക് ദി ഒപ്റ്റിമൽ സൊല്യൂഷൻ. ഒപ്റ്റിമൽ ആണെങ്കിൽ യു ക്യാൻ സ്റ്റോപ്പ് ഇറ്റ് ദയർ. വീണ്ടും സൊല്യൂഷൻ ഒപ്റ്റിമൽ അല്ലെങ്കിൽ വീണ്ടും ഈ പറഞ്ഞ പോലെ ന്യൂ ടേബിൾ പ്രിപ്പയർ ചെയ്യും, മാർക്ക് ചെയ്യും, ഒപ്റ്റിമാലിറ്റി ചെയ്യും. ഒപ്റ്റിമൽ ആകുന്നത് വരെ യു ഹാവ് ടു റിപ്പീറ്റ് ദ പ്രോസസ്. ഇപ്പോൾ മനസ്സിലായോ? ടൈപ്പ് 1, 2, 1ഉം 2ഉം തമ്മിലുള്ള ഡിഫറൻസ്. ടൈപ്പ് 1 ക്വസ്റ്റ്യനിൽ ആദ്യം നമ്മൾ ബാലൻസ്ഡ് ആണോ സ്റ്റാൻഡേർഡ് ആണോ നോക്കും, റോ ഓപ്പറേഷൻ ചെയ്യും, കോളം ഓപ്പറേഷൻ ചെയ്യും, മാർക്കിംഗ് നടത്തും, ഒപ്റ്റിമാലിറ്റി നോക്കും. 5 സ്റ്റെപ്പ്. അതോടുകൂടി ടൈപ്പ് 2 തീർന്നു. ടൈപ്പ് 1 തീർന്നു. ടൈപ്പ് 1 തീർന്നു, ഒപ്റ്റിമാലിറ്റി ഉള്ളൂ. ടൈപ്പ് 2ൽ ഒപ്റ്റിമാലിറ്റി തൊട്ട് ഞാൻ പറയുകയാണ്. ഒപ്റ്റിമാലിറ്റിയിൽ അതെന്താവില്ല, ഒപ്റ്റിമൽ ആകില്ല. അപ്പൊ നമ്മൾ ന്യൂ ടേബിൾ ഫോർ ഇംപ്രൂവ്മെന്റ് പ്രിപ്പയർ ചെയ്യും. അതിൽ നിന്ന് നമ്മൾ മാർക്ക് ചെയ്യും. മാർക്ക് ചെയ്ത് ശേഷം ഒപ്റ്റിമാലിറ്റി ചെയ്യും. ഒപ്റ്റിമൽ ആണെങ്കിൽ വി വിൽ സ്റ്റോപ്പ്. അതർവൈസ് യു ഹാവ് ടു റിപ്പീറ്റ് ഫ്രം സ്റ്റെപ്പ് 6 അഗെയിൻ. വീണ്ടും ന്യൂ ടേബിൾ ഉണ്ടാക്കണം. ഇതുപോലെ മൈനസ് ചെയ്തും ആഡ് ചെയ്തും അതുപോലെ എഴുതിയും പുതിയ ടേബിൾ ഉണ്ടാക്കണം. അത് കഴിഞ്ഞ് വീണ്ടും മാർക്ക് ചെയ്യണം, ഒപ്റ്റിമാലിറ്റി ചെയ്യണം. ഓക്കെ, നമ്മൾ കുറേ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേക്കും യു വിൽ ബിക്കം എക്സ്പേർട്ട്. അപ്പോൾ അതാ ഈ ക്വസ്റ്റ്യൻ നമുക്കിപ്പോൾ എന്തായാലും മാർക്ക് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ റോ മാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇത് ഫ്രഷ് മാർക്കിങ് കേട്ടോ, പഴയ രീതിയിലുള്ള ഒന്നും നോക്കില്ല. ഈ ചെയ്ത് വെച്ചേക്കുന്നതൊക്കെ അവിടത്തോടെ തീർന്നു. അത് ഒപ്റ്റിമൽ അല്ലല്ലോ, പിന്നെ ആ ടേബിളെ പറ്റിയൊന്നും ചിന്തിക്കില്ല. പണ്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പഠിച്ച പോലെ മാർക്കിങ് ആദ്യത്തെ റോയിൽ നോക്കും, രണ്ടാമത്തെ റോയിൽ നോക്കും, പറ്റില്ല. മൂന്നാമത്തെ റോയിൽ നോക്കും, പറ്റില്ല. നാലാമത്തെ റോയിൽ നോക്കി, പറ്റില്ല. ഓക്കെ, ദെൻ റോ വൈസ് ഒരൊറ്റ റോയിൽ മാർക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം സീറോയിൻ്റെ എണ്ണം കൂടിപ്പോയി. ഒരു 0 ആണെങ്കിൽ അല്ലേ മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മാർക്ക് ചെയ്യാൻ പറ്റില്ല, ലിമിറ്റ്. അടുത്ത കോളം വൈസ് മാർക്ക്. ആദ്യത്തെ കോളം നോക്കുക, 2 0 ഉണ്ട്, മാർക്ക് ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ കോളം നോക്കുക, 3 0 ഉണ്ട്, മാർക്ക് ചെയ്യാൻ പറ്റില്ല. മൂന്നാമത്തെ കോളം നോക്കുക, 2 0 ഉണ്ട്, മാർക്ക് ചെയ്യാൻ പറ്റില്ല. only marking possible is the last column. അപ്പം ആ കോളത്തിലുള്ള ആ 0നെ മാർക്ക് ചെയ്യും. നമ്മൾ കോളം വൈസ് ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. മറക്കാതെ എന്ത് ചെയ്യണം? റോവിനെ ക്യാൻസൽ. ഓക്കെ, ക്ലിയർ? നമ്മൾ റോ വൈസ് ആദ്യം നോക്കി. ആദ്യത്തെ പ്രാവശ്യം നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റിയില്ല, റോയിലെല്ലാം മോർ ദാൻ 1 0 ഉണ്ടായിരുന്നു. കോളം വൈസ് നോക്കി വന്നപ്പോൾ നാലാമത്തെ കോളത്തിൽ ഒരു സിംഗിൾ 0 ഉണ്ടായിരുന്നു. അപ്പം നാലാമത്തെ കോളം വൈസ് ആയതുകൊണ്ട് നമ്മൾ റോയിനെ കട്ട് ചെയ്യും. വീണ്ടും വാട്ട് യു ഹാവ് ടു ഡു, യു ഹാവ് ടു ചെക്ക് ദി റോ. നോക്കാം, ആദ്യത്തെ റോ ഇല്ല, സെക്കൻഡ് റോ ഇറ്റ്സ് നോട്ട് പോസിബിൾ, തേർഡ് റോ ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഇതുവരെ മനസ്സിലായോ? ഫസ്റ്റ് ടൈം റോ ചെക്ക് ചെയ്തു, ഒന്നും മാർക്ക് ചെയ്യാൻ പറ്റില്ല. കോളം വൈസ് നോക്കിയപ്പോൾ നാലാമത്തെ കോളത്തിൽ ഒരു എലമെന്റ് ഉണ്ടായിരുന്നു, മാർക്ക് ചെയ്തു. കോളം വൈസ് മാർക്കിംഗ് ആയിട്ട് റോയിനെ ക്യാൻസൽ ചെയ്തു. അത് കഴിഞ്ഞാൽ വാട്ട് ടു ഡു നെക്സ്റ്റ്? വീണ്ടും റോ വൈസ് മാർക്കിങ്ങിലോട്ട് പോകണം. റോ വൈസ് നോക്കുമ്പോൾ പറ്റില്ല, വീണ്ടും റോ വൈസ് ഇഷ്യൂ, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. Then again you can go after column. Okay, ഇവിടെ ഒരു mark that column wise ആണ്, so cancel that row.
ഞാൻ അടുത്ത കോളം നോക്കാം, പറ്റില്ല. അടുത്ത കോളം പറ്റില്ല. കോളം ഒന്നും ഇനി നടക്കില്ല. വീണ്ടും വേണമെങ്കിൽ ഒന്നും കൂടെ നോക്കാം, റോ പറ്റുമോ. പറ്റില്ല. റോയും പറ്റില്ല, കോളവും പറ്റില്ല. റീസൺ എന്താ? സീറോൻ്റെ എണ്ണം കൂടുതലാണ്. ഓക്കെ, ആദ്യത്തെ റോ നോക്കിയേ, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നാമത്തെ റോ 2. കോളം നോക്കിയാൽ അതേ പ്രശ്നം. So this is a situation where we stuck when there are more zeros. ഇതിന് നമ്മൾ ഓൾറെഡി സൊല്യൂഷൻ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഒരുപാട് സീറോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഗോ ഫോർ എ ആർബിട്രറി സെലക്ഷൻ. ആർബിട്രറി സെലക്ഷൻ. അത് റോ വൈസ് തന്നെ നോക്കാം നമുക്ക്. ഞാനിപ്പോൾ ആർബിട്രറി ആയിട്ട് ഇതിനെങ്ങും എടുക്കുക. ഓക്കെ, ആർബിട്രറി ആയിട്ട് ഐ മെയ്ഡ് എ സെലക്ഷൻ ഓഫ് ദിസ്. റൈറ്റ് എ സ്മോൾ എ ദയർ. ക്രോസ് ആവും. ഒരു സീറോനെ എടുത്തു കഴിഞ്ഞാൽ ആ റോ വൈസ് മാർക്കിംഗ് ആണ്. അതുകൊണ്ട് പിന്നെ ആ റോയിലുള്ള എല്ലാ സീറോനെയും വെട്ടിക്കളയണം. എത്ര എണ്ണം ഉണ്ടോ അത്ര എണ്ണത്തിനും കേട്ടോ. നമുക്കിപ്പോൾ 2 എണ്ണം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ഒരെണ്ണത്തിന് നമുക്ക് ആർബിട്രറി ആയിട്ട് സെലക്ട് ചെയ്യാനും മറ്റൊന്നിന് ക്രോസ് ഔട്ട് ചെയ്യാനും. 2 സീറോ ആണെങ്കിലേ ഈ ആർബിട്രറി സെലക്ഷൻ നടക്കുള്ളൂ കേട്ടോ. അപ്പം നമ്മളിപ്പോൾ റോ വൈസ് ആണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. എന്തിനെ കട്ട് ചെയ്യണം? കോളത്തിനെ കട്ട് ചെയ്യണം. വീണ്ടും റോ വൈസ് നോക്കാം. യെസ്, അടുത്തതാ ഒരു റോയിൽ ഒരു എലമെന്റ് വന്നു. മാർക്ക് ഇറ്റ്, കട്ട് ദാറ്റ്, കോളം. അലോക്കേഷനൊക്കെ ആയിരിക്കുകയാണ്. 4 അലോക്കേഷനാണ്. മാർക്കിംഗ് കഴിഞ്ഞു. ആർബിട്രറി സെലക്ഷൻ ഉള്ളത് കൊണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പോലെ when there is arbitrary selection there will be change in the allocations made. അലോക്കേഷനകത്ത് ഒരു വ്യത്യാസം കാണും. ബട്ട് ദി ഫൈനൽ ആൻസർ, കോസ്റ്റ് ആയാലും ടൈം ആയാലും അത് സെയിം ആയിരിക്കും. ഫൈനൽ ആൻസർ വിൽ ബി ദ സെയിം. So the allocation obtained is W1 to J2, W2 to J1, W3 to J3 and W4 to J4. Total value is 12. ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക്. നമ്മൾ മാർക്കിംഗ് ചെയ്തു. മാർക്കിംഗ് കഴിഞ്ഞ് നമ്മൾ അലോക്കേഷൻ ചെയ്തു. മാം രണ്ടാമത് മാർക്ക് ചെയ്ത് എങ്ങനെയായിരുന്നു? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സ്റ്റെപ്പാണെന്ന് പറയാമോ? അതായത് ഞാൻ ഈ ബ്ലൂ കളർ ആർബിട്രറി സെലക്ഷൻ ആണോ ഉദ്ദേശിച്ചത്? അല്ല. ആ, ഇതാണോ ഈ സംഭവം? നാലാമത്തെ മാം ആ ചോപ്പ് കളറിൽ റെഡ് കളറിൽ മാർക്ക് ചെയ്തു. റെഡ് കളറിൽ 1 ആണോ 2 ആണോ? 2 അല്ലേ? 2 മാർക്ക് ചെയ്തിരുന്നത് അപ്പോഴത്തെ സിറ്റുവേഷനിൽ നമുക്ക് ഈ ഒരു സീറോ എന്തിൽ മാത്രം ഉണ്ടായിരുന്നു? കോളം നോക്കിയപ്പോൾ, ഈ കോളം നോക്കിയപ്പോൾ. കാരണം ഈ ഇത് പോയായിരുന്നല്ലോ. സി ഐ വിൽ എക്സ്പ്ലെയിൻ. മാർക്കിംഗ് ഒന്നും കൂടെ പറയാം. ശ്രദ്ധിച്ചു കേൾക്കുക. മാർക്കിങ്ങിനെ സ്റ്റാർട്ടിങ് തൊട്ട് പറയാണ്. ഈ ടേബിളിൻ്റെ കേട്ടോ, ഈ പുതിയ ടേബിളിൻ്റെ മാർക്കിംഗ് ഒന്നിലും നിങ്ങൾ ശ്രദ്ധിച്ചിരുന്ന് കേൾക്കുക, അല്ലെങ്കിൽ ചെയ്യുക. രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യരുത്. നിങ്ങൾക്ക് ചെയ്യാനും പറ്റില്ല, പറയുന്നത് മനസ്സിലാകത്തില്ല. അപ്പോൾ ആദ്യം യു ജസ്റ്റ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ടു ഡു. അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പരീക്ഷിക്കാം. അതായിരിക്കും താൽക്കാലികമായിട്ട് നല്ലത്. പ്രത്യേകിച്ച് എവിടെ കേട്ടു എന്നുള്ളത് വിട്ടുപോകുന്നതുകൊണ്ട്. അപ്പോൾ
1002. Then next one is 00711, 1005, 0310. ഓക്കെ, അപ്പോൾ ഈ സിറ്റുവേഷനിൽ നമ്മൾ ആദ്യം തൊട്ട് നോക്കുകയാണ് മാർക്കിംഗ്. ഓക്കെ, ആദ്യം മുതൽ ആദ്യത്തെ റോ നോക്കുക, 2 0 മാർക്ക് ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ റോ നോക്കുക, 2 0 മാർക്ക് ചെയ്യാൻ പറ്റില്ല. മൂന്നാമത്തെ റോയിലോട്ട് പോവാം. മൂന്നാമത്തെ റോയിൽ അതേ അവസ്ഥയൊക്കെ തന്നെയാണ്. എന്തുണ്ട്? 2 0 ഉണ്ട്, മാർക്ക് ചെയ്യാൻ പറ്റില്ല. നാലാമത്തെ റോയിൽ പോവാം. നാലാമത്തെ റോയിൽ മാർക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ റോ വൈസ് മാർക്കിംഗ് നടക്കില്ല. അടുത്ത നോക്കാം, കോളം വൈസ്. ആദ്യത്തെ കോളം 2 0 ഉണ്ട്, മാർക്ക് ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ കോളം 3 0 ഉണ്ട്, മാർക്ക് ചെയ്യാൻ പറ്റില്ല. മൂന്നാമത്തെ കോളവും പറ്റില്ല. നാലാമത്തെ കോളത്തിൽ 1 0, അതിന് നമുക്ക് മാർക്ക് ചെയ്യാം. കോളമാണ്, ഞാൻ കോളം വൈസ് നോക്കിയപ്പോഴാണ്, അതുകൊണ്ട് റോയിനെ വേണം കട്ട് ചെയ്യാം. ക്ലിയർ? അപ്പോൾ ഞാൻ ആദ്യത്തെ തവണ റോ നോക്കി, അത് കഴിഞ്ഞിപ്പോൾ കോളം നോക്കിയപ്പോഴാണ് എനിക്ക് കിട്ടിയത്. വീണ്ടും യു ഹാവ് ടു റീ എക്സാമിൻ ദി റോ വൈസ് മാർക്കിംഗ്. കാരണം ഈ ഒരു റോ പോയത് കൊണ്ട് ഇനി എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ റോ വൈസും കോളം വൈസും നോക്കാം. റോ വൈസ് 2 0, ഒന്നും ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ നോക്കുക, വീണ്ടും 2 0 ഉണ്ട്, പറ്റില്ല. മൂന്നാമത്തെ റോ നോക്കുക, 2 0 ഉണ്ട്, പറ്റില്ല. ഇനി കോളം വൈസ്, ആദ്യത്തെ കോളം ഈ 0 കട്ടായി കിടക്കുകയാണല്ലോ അല്ലേ, അപ്പൊ ഇവിടെ ഒരു 0 അല്ലേ ഉള്ളൂ, മാർക്ക് ഇറ്റ്. കോളം വൈസ് ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. സോ കട്ട് ദാറ്റ് റോ. സച്ചിൻ ഇപ്പൊ മനസ്സിലായോ? ആ മാം, മനസ്സിലായി. ഇതുവരെയുള്ള പ്രോസസ്സ് എല്ലാവർക്കും ക്ലിയർ ആണോ? എങ്കിൽ എന്നിട്ട് ഞാൻ ബാക്കി പറയാം. ഇതിന് ആദ്യം റോ നോക്കി, പറ്റിയില്ല. യു ഹാവ് ഡൺ എ കോളം വൈസ് മാർക്കിംഗ്. കോളം വൈസ് മാർക്ക് ചെയ്തിട്ട് പിന്നെ വീണ്ടും റീ എക്സാമിൻ ദ റോ വൈസ് മാർക്കിംഗ്. നടന്നില്ല. അഗെയിൻ വി മാർക്ക് ദാറ്റ് കോളം. ഇതിങ്ങനെയാണ് ചെയ്തത്. ആദ്യം റോ ഒരു മാർക്കിംഗ് നടന്നില്ല. കോളം വി മെയ്ഡ് എ മാർക്കിംഗ്. വീണ്ടും വി ചെക്ക് ദ റോ വൈസ്, ഒരു മാർക്കിങ്ങും ചെയ്യാൻ പറ്റില്ല. ദെൻ വി ഹാവ് മാർക്ക്ഡ് ഇൻ എ കോളം. അതാണ് ഈ രണ്ടാമത്. ഓക്കെ, ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ അഗെയിൻ നമ്മൾ ചെയ്തു വരുന്ന രീതി കണ്ടോ? റോ കോളം, റോ കോളം. ഇനി ഒന്നും കൂടെ നോക്കാം എന്തെങ്കിലും ഉണ്ടോ എന്ന്. ആദ്യത്തെ റോ പറ്റില്ല, പിന്നെ ഉള്ളത് മൂന്നാമത്തെ റോയാണ്, അത് നടക്കില്ല. റോ വൈസ് ഇനി ഒരു രക്ഷയില്ല, നമ്മൾ നോക്കി നടന്നില്ല. വീണ്ടും നമുക്ക് കോളം നോക്കാം. കോളത്തിൽ ഒരു കാര്യവും നടക്കില്ല, കോളവും നടക്കില്ല. അപ്പോൾ വാട്ട് ഹാപ്പൻഡ്? വി സ്റ്റക്ക് അപ്പ് ഇൻ എ സിറ്റുവേഷൻ ദാറ്റ് നമുക്ക് റോയും നടന്നില്ല, കോളം നടന്നില്ല. അതായത് ഇത് ഒരു സെറ്റാണ്, കണ്ടോ? ആദ്യത്തെ സെറ്റിൽ കോളം വൈസ് എങ്കിലും മാർക്ക് ചെയ്യാൻ പറ്റി, അതുകൊണ്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് മൂവ് ചെയ്യാൻ പറ്റി. അടുത്തതിൽ നമുക്ക് കോളം മാർക്ക് ചെയ്യാൻ പറ്റിയായിരുന്നു, പക്ഷെ അടുത്തതിലോട്ട് പോയപ്പോൾ റോയും മാർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, കോളവും മാർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം സിംഗിൾ സീറോ അല്ല. അപ്പോൾ വി ഗോ ഫോർ എ ആർബിട്രറി സിലക്ഷൻ. ആർബിട്രറി സിലക്ഷനിലോട്ട് പോകും. ആർബിട്രറി സെലക്ഷനിൽ ഓരോ ആളും ഓരോ രീതിയിലായിരിക്കും ചെയ്യുന്നത്. മാക്സിമം 1-2 രീതി കാണാം. അലോക്കേഷൻ വ്യത്യാസമായിരിക്കും, പക്ഷെ ദ ആൻസർ, ഫൈനൽ ആൻസർ വിൽ ബി ദ സെയിം. അപ്പൊ ആർബിട്രറി സെലക്ഷന് പോകുമ്പോൾ വീണ്ടും ഇനി അടുത്ത എന്തിന് തുടങ്ങാവൂ? ഏത് മാർക്കിംഗ് ചെയ്യാൻ തുടങ്ങാവൂ? റോ വൈസ് മാർക്കിംഗ് തന്നെ തുടങ്ങാം. ഇപ്പൊ റോ വൈസ് മാർക്കിംഗ് ആദ്യത്തെ ഇതിന് ഞാനങ്ങ് മാർക്ക് ചെയ്തു. ഇതിനെ ക്രോസ് ഔട്ട് ചെയ്യും. അല്ല എങ്കിൽ വേറൊരാൾക്ക് വേറൊരു രീതി ചെയ്യുന്നെങ്കിൽ എന്ത് ചെയ്യാം? ഇതിനെ ക്രോസ് ഔട്ട് ചെയ്യാം, പകരം ഇതിനെ സെലക്ട് ചെയ്യാം.
രണ്ട് രീതിയിൽ ചെയ്യാം, നോ ഇഷ്യൂ. പക്ഷെ ഈ ആദ്യത്തെ റോ തന്നെ ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെട്രിക്സിലെ ഫസ്റ്റ് റോ ഇതാണ്. ഇത് കഴിഞ്ഞിട്ടേ പിന്നെ ഈ റോയിലോട്ട് കടക്കാവും. അതെല്ലാം ഓർഡർ പാലിച്ചേ വരാവും. ഓക്കെ, അപ്പോൾ റോ വൈസ് ഞാൻ താൽക്കാലികമായി ഈ ആദ്യത്തെ ഞാൻ എടുത്തു, ഇത് ഞങ്ങൾ ക്രോസ് ഔട്ട് ചെയ്തു. ഇപ്പോൾ റോ വൈസ് ആണ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തിനെ കട്ട് ചെയ്യണം? ഐ ഹാവ് ടു കട്ട് ദ കോളം. ഇനി അടുത്ത രണ്ടാമത്തെ റോ ഓൾറെഡി കട്ടാണ്. മൂന്നാമത്തെ റോ, യെസ്, അനദർ 0. സോ മാർക്ക് ദിസ്. എന്ത് ചെയ്യണം? യു ക്യാൻ കട്ട് ദാറ്റ് കോളം. അപ്പോൾ റോ വൈസ് നമുക്ക് 2 മാർക്കിങ് സാധിച്ചു. അതുകൊണ്ട് ഇനി ഫർദർ എന്തിലോട്ട് പോകണമെന്നില്ല, കോളത്തിലോട്ട് പോകണമെന്നില്ല, ഇനി മാർക്ക് ചെയ്യാൻ ഇല്ലല്ലോ. അപ്പോൾ സി ഹൗ മെനി റോസ് ഓർ കോളംസ്? 4 റോസ് 4 കോളംസ് ആണ്. നിങ്ങൾ എത്ര ലൈൻസ് വരച്ചിട്ടുണ്ട്? 4 ലൈൻസ് വരച്ചിട്ടുണ്ട്. The number of lines drawn for elimination is equal to the number of rows or columns. So the solution obtained is optimal. Solution ഏതാണെന്ന് എഴുതണം. അതാണ് അലോക്കേഷൻ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. The solution is optimal. ഇത് കഴിഞ്ഞിട്ട് കേട്ടോ ഈ അലോക്കേഷൻ W1 to J2, W2 to J1 ഇതിലൊരു വ്യത്യാസം കാണും. ആർബിട്രറി സെലക്ഷൻ ആയതുകൊണ്ട് മാറ്റി എടുക്കുകയാണെങ്കിൽ, ഞാൻ എടുത്ത രീതിയിലല്ലാതെ ചെയ്യുവാണെങ്കിൽ ഡിഫറൻസ്. ഇതിനകത്ത് വേറൊരു രീതിയിലാണ് ശ്രദ്ധിക്കുന്നത്. എങ്ങനെ വേണമെന്ന് വെച്ചു. ഞാൻ ചെയ്ത ആർബിട്രറി സെലക്ഷൻ ഇങ്ങനെയായിരുന്നു. റോ ആണ് എടുത്തത്, ഇവിടെ കോളത്തിലാണ് എടുത്തേക്കുന്നത്. ബട്ട് ദ ഫൈനൽ ആൻസർ വിൽ ബി 12 itself. കിട്ടിയ ആൻസർ എല്ലാവർക്കും യു ക്യാൻ റിപ്ലൈ ഇൻ ദ ചാറ്റ് ബോക്സ്. അപ്പോൾ ഫൈനലി യു ക്യാൻ റൈറ്റ് ഡൗൺ ദാറ്റ്. ഇപ്പോൾ നമ്മൾ മാർക്കിംഗ് കഴിഞ്ഞ് അലോക്കേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പ് വരെയാണ് ചെയ്തത്. മാർക്കിംഗ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പിന്നെ നമ്മൾ ചെക്ക് ചെയ്യാം വെദർ ദ സൊല്യൂഷൻ ഇസ് ഒപ്റ്റിമൽ ഓർ നോട്ട്. അപ്പോൾ അവിടെ താഴെയിട്ട് എഴുതുക therefore the solution is optimal because the number of lines drawn for elimination is equal to the number of row or column. അത് വെച്ചിട്ടാണ് നമ്മൾ ആ ക്വസ്റ്റ്യൻ എൻഡ് ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തിട്ട് can move on to the next question. നമ്മൾ കഴിഞ്ഞ് ചെയ്ത ക്വസ്റ്റ്യനകത്തുള്ള ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈപ്പ് 2 ക്വസ്റ്റ്യനും ആണ്. അതിലൊരു ആർബിട്രറി സെലക്ഷൻ വരികയും ചെയ്യും. ഇപ്പൊ ടൈപ്പ് 1 നമ്മൾ പഠിച്ചൊരു എക്സ്റ്റൻഷൻ ആയിരുന്നു ആർബിട്രറി സെലക്ഷൻ. അതേ കാര്യം തന്നെ ടൈപ്പ് 2 വരികയും ചെയ്യും. So this is the next question. In a textile sales emporium, 4 salesmen A, B, C and D are available to 4 counters. 4 salesmen 4 counters. Counters are W, X, Y and Z. Each salesman can handle any counter. The service
The service rendered in each counter in hours when manned each salesman is given below. അപ്പോൾ മണിക്കൂറാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം you can write this part. ഇത് മാത്രം എഴുതാം because it is essential to do the question. Okay, അപ്പോൾ counters W, X, Y, Z, salesman A, B, C, D. You can write down this part. പിന്നീട് നോക്കിയാൽ LMS കയറി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ഫുൾ ക്വസ്റ്റ്യൻ ആണ് അയച്ചിട്ടുണ്ട്. 81 പേജസ് ഉള്ള ഒരു PDF ആണ്. അസൈൻമെന്റ് പ്രോബ്ലത്തിൻ്റെ ഫുൾ നോട്ട്സ് ഉണ്ടായിരുന്നു. Question എഴുതാൻ Question is, how should the salesman be allocated to appropriate counter so as to minimize the service time? A time taken minimize ചെയ്യാം. Each salesman must handle only one counter. അതായത് ഒരാൾക്ക് ഒരു കൗണ്ടർ അല്ലെങ്കിൽ ഒരു വർക്കറിന് ഒരു ജോബ് അലോട്ട് ചെയ്യും എന്നുള്ള മീനിങ്. ഇങ്ങനെ ആയിരിക്കും ഒരു ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതിലെ ക്വസ്റ്റ്യൻ. ഓർ അല്ലെങ്കിൽ ഡയറക്ട്ലി പറയും find out the optimal solution for the following assignment problem. അല്ലെങ്കിൽ optimally allocate the resource. അങ്ങനെ ഒരു സിംഗിൾ ലൈനിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. This is also one of this. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് we have to check whether the problem is a balanced അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ആണോ. 4 റോ 4 കോളം ആണ്. Number of rows is equal to number of columns. So we can say that this question is a balanced or a standard assignment problem. ആ സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി അടുത്ത രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് റോ ഓപ്പറേഷൻ. ഇപ്പോൾ റോ ഓപ്പറേഷനിൽ ആദ്യത്തെ റോയിൽ ആസ് ടു സീ ഹിയർ ദ സ്മോളസ്റ്റ് വാല്യൂസ് ആണ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ യു ക്യാൻ ഓൾസോ അണ്ടർലൈൻ ദ സ്മോളസ്റ്റ് വാല്യൂ ഇൻ ഈച്ച് റോ. അത് ആ ക്വസ്റ്റ്യനിലുള്ള ഇതിൽ തന്നെ മാർക്ക് ചെയ്ത് വേണമെങ്കിലും ചെയ്യാം. വീണ്ടും ഒരു ടേബിൾ എഴുതുന്ന സമയം കുറയ്ക്കാം. ക്വസ്റ്റ്യനിൽ തന്നെ നിങ്ങൾക്ക് പെൻസിൽ യൂസ് ചെയ്ത് മാർക്ക് ചെയ്യാം. എല്ലാ റോയിലെയും സ്മോളസ്റ്റ് എലമെന്റ് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനെ ആ റോയിലെ വാല്യൂസിൽ നിന്നും മൈനസ് ചെയ്യുക. അപ്പോൾ റോ വൈസ് ഓപ്പറേഷൻ യു വിൽ ഗെറ്റ് ദ ആൻസർ. ഓപ്പറേഷൻ അത് കഴിഞ്ഞാൽ കോളം ഓപ്പറേഷൻ. ഇവിടെ കോളം ഓപ്പറേഷൻ കൂടെ തന്നെ മാർക്കിങ്ങും കൂടെ ചെയ്തിരിക്കുന്നു. സോ ഐ വിൽ റൈറ്റ് ഡൗൺ.
So column operation ചെയ്യുമ്പോൾ ആദ്യത്തെ കോളം you can write it as such കാരണം 0 ആണ് സ്മോളസ്റ്റ് എലമെന്റ്. Then അടുത്ത കോളം എടുത്തു കഴിഞ്ഞാൽ സ്മോളസ്റ്റ് വാല്യൂ 5 ആണ്. You can subtract 33 minus 5 to be 7 minus 5, which is 2. 12 minus 5, it is 7, and 5 minus 5 is 0. അടുത്ത കോളം 0 തന്നെയാണ് സ്മോളസ്റ്റ്, സോ യു ക്യാൻ റൈറ്റ് it. ഞാൻ അടുത്ത കോളം നോക്കാം. ഇറ്റ് ഇസ് 7 ആണ് സ്മോളസ്റ്റ് എലിമെന്റ്. 13 minus 7, it is 6. 43 minus 7, it is 36. And 24 minus 7, it is 17. 7 minus 7, it is 0. ഇതാണ് കോളം ഓപ്പറേഷൻ കഴിഞ്ഞ് കിട്ടുന്ന ടേബിൾ. കോളം ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന ടേബിൾ കഴിഞ്ഞാൽ അപ്പോൾ ആദ്യം ബാലൻസ്ഡ് ആണോ സ്റ്റാൻഡേർഡ് ആണോ നോക്കി, സെക്കൻഡ് സ്റ്റെപ്പ് റോ ഓപ്പറേഷൻ നോക്കി, തേർഡ് സ്റ്റെപ്പ് ഇറ്റ് ഇസ് കോളം ഓപ്പറേഷൻ, ആൻഡ് ഫോർത്ത് സ്റ്റെപ്പ് കോളം ഓപ്പറേഷനിൽ നിന്ന് കിട്ടുന്ന ടേബിൾ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പാണ് മാർക്കിംഗ്. മാർക്കിംഗ് നോക്കാം. ആദ്യത്തെ റോ നോക്കാം. ആദ്യത്തെ റോയിൽ ഒരു 0 ഉണ്ട്, സോ മാർക്ക് ഇറ്റ്. നമ്മൾ റോ വൈസ് ആണ് മാർക്ക് ചെയ്ത്, കോളമാണ് കട്ട് ചെയ്തത്. ഇനി അടുത്ത നോക്കാം. സെക്കൻഡ് റോ അതുപോലെ നിങ്ങൾ മാർക്ക് ചെയ്യുക. ഒരു 0 ഉള്ളൂ. കട്ട് ദാറ്റ് കോളം. തേർഡ് റോ നോക്കാം. 0 ഇല്ല. ഫോർത്ത് റോ നോക്കിയപ്പോൾ 2 0. മാർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആദ്യത്തെ റോ വൈസ് മാർക്കിംഗ് കംപ്ലീറ്റ്. അതിൽ 2 മാർക്ക്. റോ വൈസ് മാർക്കിംഗ് ഇതുവരെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് റിപ്ലൈ. ഇനി നമുക്ക് കോളം വൈസ് മാർക്ക് ചെയ്യാം. സെക്കൻഡ് കോളം വൈസ്. സെക്കൻഡ് കോളം ആകുമ്പോൾ സിംഗിൾ 0 ആണ്, സോ മാർക്ക് ഇറ്റ്. എന്ത് ചെയ്യണം? കോളം വൈസ് ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത്, മാർക്കാതെ റോവിനെ കട്ട് ചെയ്യും. നമുക്ക് തേർഡ് കോളം ഇല്ല, ഫോർത്ത് കോളത്തിൽ ഇനി 0 ഇല്ല. ഓക്കെ, again we stepped up a situation. 4 റോ 4 കോളം ഉണ്ട്. The lines drawn for elimination is only 3. So the number of lines drawn for elimination is not equal to the number of row or column. So marking complete ആയി. 3 സെയിൽസ് കൗണ്ടറിലേക്ക് നമുക്ക് 3 സെയിൽസ്മാനെ അലോട്ട് ചെയ്യാൻ പറ്റി. പക്ഷെ ഒരു കൗണ്ടറും ഒരു സെയിൽസ്മാനും അലോക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഇവിടെ തന്നെ നമുക്ക് എഴുതാം ദ സൊല്യൂഷൻ ഇസ് നോട്ട് ഒപ്റ്റിമൽ. നമ്മൾ പിന്നീട് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് റോ വൈസ് നോക്കുമ്പോൾ 0 ഇല്ല, കോളം വൈസ് നോക്കിയാലും 0 ഇല്ല. Can't do anything. So we stuck in a situation where there is no more zeros present. 0 ഇല്ലാത്ത ഒരു സിറ്റുവേഷനിൽ എത്തി. അപ്പോൾ നമുക്ക് എഴുതാം the number of lines drawn for elimination is not equal to the number of rows or columns. Therefore the solution is not optimal. അത് കഴിഞ്ഞ് we can write improve the solution. So improving the solution. Improving the solution.
ഇംപ്രൂവ്മെന്റിൽ ആദ്യം കണ്ടുപിടിക്കേണ്ടത് സ്മോളസ്റ്റ് അൺകവേർഡ് എലമെന്റ്. സ്മോളസ്റ്റ് അൺകവേർഡ് എന്ന് പറയുമ്പോൾ അൺകവേർഡ് ആയത് ഈ മൂന്നും അതിൽ ഏറ്റവും സ്മോളസ്റ്റ് 2 അത് കണ്ടെത്തി. ഓക്കെ, അപ്പൊ സിംഗിൾ ലൈൻ വരുന്നതിനെ അപ്പോൾ നമുക്ക് അപ്പോഴേ പഠിച്ച പോലെ റോ വൈസ് തന്നെ എഴുതാം. ആദ്യത്തെ എലമെന്റ് സിംഗിൾ ലൈൻ, അത് അതുപോലെ എഴുതും. 28 അൺകവേർഡ് ആണ്. അൺകവേർഡ് ആണെങ്കിൽ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അപ്പോൾ 28 മൈനസ് 2 26. 0 സിംഗിൾ ലൈൻ ആണ്, അതുപോലെ എഴുതുക. 6 അൺകവേർഡ് ആണ്. അൺകവേർഡിൽ നിന്നൊക്കെ 2 എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. 6 മൈനസ് 2 4. ഇനി അടുത്ത് 0 സിംഗിൾ ലൈൻ ആണ്, അതുപോലെ എഴുതുക. 2 അൺകവേർഡ് ആണ്, സോ 2 മൈനസ് 2 0. 27 സിംഗിൾ ലൈൻ ആണ് കടന്നു പോകുന്നത്, ക്യാരി ആസെറ്റ്, അതുപോലെ എഴുതുക. 36 അൺകവേർഡ് ആണ്, 36 മൈനസ് 2 34. ഇനി അടുത്ത് നോക്കാം. 0 സിംഗിൾ ലൈൻ ആണ്, അതുപോലെ എഴുതുക. 7 അൺകവേർഡ് ആണ്. അൺകവേർഡ് എലമെന്റ്സിൽ നിന്നെല്ലാം ഈ 2 മൈനസ് ചെയ്യണം, സോ 7 മൈനസ് 2 5. 33 സിംഗിൾ ലൈൻ ആണ്. സിംഗിൾ ലൈൻ കവർ ചെയ്യുന്നതെല്ലാം അതുപോലെ എഴുതുക. 33 ആസെറ്റ് എഴുതുക. 17 അൺകവേർഡ് ആണ്, 2 മൈനസ് ചെയ്യണം, സോ 15. 0 വെരി ഇമ്പോർട്ടൻറ്റ്, ഇറ്റ് ഈസ് ദി എലമെന്റ് അറ്റ് ദി ജംഗ്ഷൻ. 2 എന്ത് ചെയ്യണം? എലമെന്റ് അറ്റ് ദി ജംഗ്ഷനിൽ കൂടെ ആഡ് ചെയ്യണം. 0 പ്ലസ് 2 2. 0 സിംഗിൾ ലൈൻ ആണ്, അതുപോലെ എഴുതുക. 3 എലമെന്റ് അറ്റ് ദി ജംഗ്ഷൻ, സോ 3 പ്ലസ് 2 5. 0 സിംഗിൾ ലൈൻ ആണ്, അതുപോലെ എഴുതുക. സോ ദിസ് ഇസ് ദി ന്യൂ ടേബിൾ വിച്ച് യു ഒബ്റ്റെയിൻ ഫോർ ഇംപ്രൂവിങ് ദ സൊല്യൂഷൻ. സൊല്യൂഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? You can also reply in the chat box. ഓക്കെ മിസ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് ചെയ്യുന്ന വി വിൽ ഗോ ഫോർ മാർക്കിംഗ്. അപ്പോൾ ആദ്യം നമ്മൾ എപ്പോഴും മാർക്ക് ചെയ്യുമ്പോൾ എങ്ങനെ മാർക്ക് ചെയ്യാവോ? റോ വൈസേ മാർക്ക് ചെയ്യാവും. അപ്പോൾ ആദ്യത്തെ റോ നോക്കുക. ആദ്യത്തെ റോ ഓക്കെ, ഒരു 0 ഉള്ളൂ, മാർക്ക് ഇറ്റ്. റോ വൈസ് ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. കട്ട് ദാറ്റ് കോളം. രണ്ടാമത്തെ റോ 2 0 ഉണ്ട്, മാർക്ക് ചെയ്യാൻ പറ്റില്ല. മൂന്നാമത്തെ റോ ഒരു 0 ഉള്ളൂ, മാർക്ക് ഇറ്റ്. റോ വൈസ് ആണ് മാർക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് കോളം കട്ട് ചെയ്യും. നാലാമത്തെ റോ നോക്ക്. നാലാമത്തെ റോ 2 0 ഉണ്ട്, മാർക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഒന്നും ചെയ്യണ്ട, ലീവ് ഇറ്റ്. അപ്പോൾ റോ വൈസ് നമ്മൾ റോ വൈസ് 2 മാർക്കിങ് കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് കോളം. ആദ്യത്തെ കോളം ഓൾറെഡി കട്ടാണ്, പിന്നെ ഒന്നും ചെയ്യണ്ട. രണ്ടാമത്തെ കോളം 2 0 ഉണ്ട്, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മൂന്നാമത്തത് ഓൾറെഡി കട്ടാണ് കോളം, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നാലാമത്തത് മാർക്ക് ഇറ്റ്. കോളം വൈസ് ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. എന്ത് ചെയ്യണം? റോയിനെ കട്ട് ചെയ്യണം. ഓക്കെ,
കോളവും കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? വീണ്ടും യു ഹാവ് ടു ചെക്ക് റോ വൈസ് മാർക്കിംഗ് ഈസ് പോസിബിൾ ഓർ നോട്ട്. റോ നോക്കാം. ആദ്യത്തെ റോ നടക്കില്ല. രണ്ടാമത്തെ റോ ഒരു 0 ഉള്ളൂ. മാർക്കിച്ച് എന്ത് ചെയ്യണം? കട്ട് ദ കോളം. So how many allocations you made? 1, 2, 3, 4. 4 allocation ആയില്ലേ? 4 സ്ക്വയർ ബോക്സസ്. ഇവിടെ 4 സെയിൽസ്മെന് 4 കൗണ്ടറുകളേ ഉള്ളൂ. അലോക്കേഷൻ ഇസ് ഓവർ. മാർക്കിംഗ് ഈസ് ഓൾസോ ഓവർ. You can write the final answer. Allocation എഴുതാം. ഇംപ്രൂവ്മെന്റിന് ശേഷമുള്ള അലോക്കേഷൻ. A to Y. അത് മെയിൻ ക്വസ്റ്റിന് വാല്യൂ എടുത്തേക്കുക. B to X, C to W, and D to Z. You will get the final answer. Hours ആണ് തന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. 147 hours. അലോക്കേഷൻ എഴുതി കഴിഞ്ഞാൽ മാർക്കിംഗ് കഴിഞ്ഞു. മാർക്കിംഗ് കഴിഞ്ഞാൽ അലോക്കേഷൻ കഴിഞ്ഞാൽ ഫൈനലി നമ്മളൊന്ന് ചെക്ക് ചെയ്യണം സൊല്യൂഷൻ ഒപ്റ്റിമൽ ആണോ അല്ലേ. The number of lines drawn for elimination is equal to the number of rows or columns. Therefore, the solution is optimal. അത് വെച്ച് തന്നെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എൻഡ് ചെയ്യണം. എങ്കിലേ ഫുൾ മാർക്ക് കിട്ടുള്ളൂ. ഇത് നമ്മൾ എക്സ്പേർട്ട് ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ സ്റ്റെപ്സ് കുറയ്ക്കുന്നതാണ്. പക്ഷെ വളരെ മിനിമം സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ റോ ഓപ്പറേഷൻ, കോളം ഓപ്പറേഷൻ, ദെൻ മാർക്കിംഗ്, ഒപ്റ്റിമാലിറ്റി, ഇതൊക്കെ ഉണ്ടായിരിക്കണം എല്ലാ ക്വസ്റ്റ്യനും. അതൊന്ന് കട്ട് ചെയ്തേക്കും. ഫൈനലി ഒപ്റ്റിമൽ ആണോ അല്ലയോ എന്നുള്ളത് എഴുതാം. ഈ ക്വസ്റ്റ്യൻ the number of lines drawn for elimination is equal to the number of rows or columns. Hence, the solution is optimal. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? Type 2 question. There are a lot of questions here. ഇത് കഴിഞ്ഞ് നമുക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിലൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. മിനിമം സ്റ്റെപ്പ് വെച്ച് ആൻസർ ചെയ്തിട്ടുണ്ടായിരിക്കും. യു ക്യാൻ ഗോ ത്രൂ ദാറ്റ്. ഒരു 5-6 ക്വസ്റ്റ്യൻ എങ്കിലും ഉണ്ടാവും മിനിമം. ഐ വിൽ വർക്ക് ഔട്ട്. നെക്സ്റ്റ് ഡേയിൽ നമ്മളിത് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ അടുത്ത പ്രോബ്ലത്തിലോട്ട് കടന്നു പോകുള്ളൂ. അപ്പോൾ ഇവിടം വരെ ഒരു 5 ക്വസ്റ്റ്യൻ ഉണ്ട്. യു ക്യാൻ വർക്ക് ഔട്ട് ആ 81 പേജസ് ഉള്ള PDF യു ക്യാൻ വർക്ക് ഔട്ട് അപ് ടു ക്വസ്റ്റ്യൻ നമ്പർ 17 വരെ. ക്വസ്റ്റ്യൻ നമ്പർ 17 വരെ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം. സോ തറവായിട്ട് സ്റ്റെപ്സ് എല്ലാം റിവൈസ് ചെയ്യാം. during the next Saturday and Sunday. Monday ആയിരിക്കും നെക്സ്റ്റ് ക്ലാസ്. ജസ്റ്റ് ലൈക്ക് പ്രീവിയസ് ക്ലാസ് പോലെ I will ask someone to randomly ask someone to explain the answer. Questions Saturday share or Sunday I will share. 4 or 5 questions you are supposed to explain the process. You type 2 questions. I will share the recorded session in the YouTube. അപ്പോൾ വീണ്ടും ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവർക്ക് അതുവരെ നമ്മൾ നോക്കാം.
PDF, എൻ്റെ PDF is also available in the LMS. ഓക്കെ, നമ്മൾ ചെയ്തത് 12th ക്വസ്റ്റൻ ആണ് ഇപ്പോൾ ഇവിടെ ചെയ്തേക്കുന്നത്. യു ഹാവ് 14th ക്വസ്റ്റൻ ആണ് നമ്മൾ ചെയ്തേക്കുന്നത്. യു ഹാവ് 3 more questions to work out. ഇതല്ലാത്ത ഏതെങ്കിലും ക്വസ്റ്റൻ ആയിരിക്കും അടുത്ത ദിവസം ഷെയർ ചെയ്യും.